നടുക്കടലിൽ തീപിടിച്ച MSC കപ്പൽ പൂർണ്ണമായും കടലിൽ നിന്ന് മാറ്റാനുള്ള ദൗത്യം വൈകും. കപ്പൽ ഉയർത്താനുള്ള ശ്രമം എളുപ്പമല്ലെന്ന് MSC കമ്പനി പറഞ്ഞു. കപ്പലിനുള്ളിലെ എണ്ണ നീക്കം ചെയ്യൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. കപ്പൽ കടലിനടിയിൽ തുടരുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാണ്. നിതിൻ സേവർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് ഈ കപ്പൽ ഉയർത്താനുള്ള പ്രശ്നം? അജിംസ്, കപ്പൽ ഉയർത്താനും ഇന്നലെ നീക്കം ചെയ്യാനുമായി സ്മിത്ത് സാൽവേജ് എന്നൊരു കമ്പനിക്ക് പ്രത്യേകമായി കുറച്ചുനാൾ മുൻപ് ഈ കമ്പനി ദൗത്യം ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇത് ഉടൻ പൂർത്തിയാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. MSC എൽസാ-3 എന്ന കപ്പൽ ദൗത്യം ഇനിയും 1 വർഷത്തോളം നീളുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. കപ്പൽ പൂർണ്ണമായും കടലിൽ നിന്ന് ഉയർത്താനുള്ള ശ്രമം എളുപ്പമല്ല എന്നാണ് MSC കമ്പനി ഇപ്പോൾ പറയുന്നത്. കപ്പലിനുള്ളിലെ എണ്ണ നീക്കം ചെയ്യാനാണ് ഇപ്പോൾ പ്രാഥമികമായി പരിഗണന നൽകുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ എണ്ണ നീക്കം ചെയ്യൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനി പറയുന്നുണ്ട്. കപ്പൽ കടലിനടിയിൽ തുടരുന്നത് വലിയ ആശങ്കയോടെ മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയേറെ നാശനഷ്ടം. നേരത്തെ തന്നെ ഈ കണ്ടെയ്നറുകൾ മറ്റും ഒഴുകി വന്ന് അവരുടെ വലകൾക്കും മറ്റും വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മീനടക്കം ചത്തുപൊങ്ങുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. ഏതായാലും നടപടികൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കപ്പൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടത്തണമെന്നാണ് MSC എൽസാ-3യോട് DG ഷിപ്പിംഗ് അറിയിച്ചിട്ടുള്ളത്.